എം കെ കൃഷ്ണൻ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ലൈബ്രറിക്ക് കൃഷിയിടം പരിപാടി CPIM വൈപ്പിൻ ഏരിയ സെക്രട്ടറിയും തീരദേശ പരിപാലന അതോറിറ്റി അംഗവുമായ MP പ്രിനിൽ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് EC ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PP ജിഗോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ, AN രവീന്ദ്രൻ, മേഴ്സി തോമസ്, MA സുരേഷ് ബാബു, MP പ്രശോഭ്, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സുധീർ PRP, V അനിയൻ, OA ജോൺസൺ, ഗോകുൽ NG തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. MK കൃഷ്ണൻ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഞാറക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ്. അതിൻ്റെ പ്രതിമാസ പരിപാടികൾ വളരെ ഫലപ്രദമായി നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വായനശാലയ്ക്കൊരു കൃഷിയിടം എന്ന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ലൈബ്രറി പ്രവർത്തനം പുസ്തകങ്ങൾ വായിക്കാനും അതിൻ്റെ വരിക്കാരാകാനും വായന മെച്ചപ്പെടുത്തുന്നതിനും മാത്രമായി ലൈബ്രറി പ്രവർത്തനം ഒതുങ്ങാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വായനശാലയുടെ പ്രവർത്തനം മറ്റു മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പോലെ തന്നെ ഗൗരവത്തോടു കൂടി കൃഷി പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കാനും വേണ്ടി ആണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ ലൈബ്രറി ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ PP ജിഗോഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് CPIMൻ്റെ വൈപ്പിൻ ഏരിയ സെക്രട്ടറിയും തീരദേശ പരിപാലന അതോറിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ AP പ്രിനിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സഖാവ് AP പ്രിനിലിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൃഷ്ണൻ ലൈബ്രറി നേതൃത്വത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വായനശാലയ്ക്കൊരു കൃഷിയിടം. ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ ലൈബ്രറിയുടെ പ്രവർത്തനം ഏതൊക്കെ മേഖലക്കകത്ത് വിപുലീകരിക്കുവാൻ സാധിക്കും എന്നതിൻ്റെ ഉദാത്തമായിട്ടുള്ള മാതൃകയായി ഈ പ്രവർത്തനം മാറാൻ പോവുകയാണ്. MK കൃഷ്ണൻ ലൈബ്രറി വളരെ വേഗതയിൽ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഒരു വർഷത്തിനുള്ളിൽ സഖാവ് ജിഗോഷ് കുമാറിൻ്റെയും ശിവദാസൻ മാഷിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആ ലൈബ്രറി മാറ്റങ്ങൾക്ക് വിധേയമായി എന്നുള്ളത് കാണുവാൻ സാധിക്കും. ഒട്ടനവധി ബുക്കുകളുടെ ഒരു ശേഖരമായി ഈ ലൈബ്രറി മാറി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരം ഈ കാലയളവിൽ നമുക്ക് ലഭ്യമാകുകയുണ്ടായി. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് വലിയ ഒരു ഇടപെടൽ ഈ വായനശാലയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. SSLCക്കും +2-നും A+ നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അനുമോദിക്കുന്ന ചടങ്ങും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വായനശാലയുടെ നേതൃത്വത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദാത്തമായിട്ടുള്ള മാതൃക ഇവിടെ സൃഷ്ടിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ആ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ഇനിയും ഒട്ടനവധി ഈ രീതിയിലുള്ള സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ MK കൃഷ്ണൻ്റെ പേരിലുള്ള ഈ ലൈബ്രറിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൃഷിയിടം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ശ്രീ EC ശിവദാസ്, നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി ജിഗോഷ്, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന്യനായ ശ്രീ AP പ്രിനിൽ അവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സുനിൽ ഹരീന്ദ്രൻ ഉൾപ്പെടെ നമ്മുടെ അലിയാർ സ്മാരക വായനശാലയുടെ സെക്രട്ടറി രവീന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ഏതാണ്ട് 10,000-ഓളം ലൈബ്രറികൾ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരത്തോടു കൂടി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, ലൈബ്രറി രൂപീകരിച്ച് 1 വർഷം പിന്നിട്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങി അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി. ഇനി ഇപ്പോൾ ഗ്രഡേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് ഗ്രഡേഷൻ പരിശോധന കഴിഞ്ഞു. സംസ്ഥാന തലത്തിലുള്ള പരിശോധനയുടെ ഭാഗമായി നമ്മുടെ ലൈബ്രറി പരിശോധിച്ച് പോയിരിക്കുകയാണ്. ഇനി നമ്മൾ നടത്തുന്ന ഓരോ പ്രവർത്തനവും അടുത്ത വർഷം നടക്കുന്ന ഗ്രഡേഷനിൽ നമ്മുടെ ഗ്രേഡ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഘടകമായി മാറും എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഞാൻ ഒരായിട്ട് ഇന്നലെ സംസാരിച്ച് നമ്മുടെ ഇവിടെ UP സ്കൂളിൽ, ഫിഷറീസ് സ്കൂളിൽ ഒരു പരിപാടി ബാലവേദിയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി ആവിഷ്കരിച്ച് കഴിഞ്ഞു. അതിനുശേഷം വിവിധ പരിപാടി, ഇതിപ്പോൾ കൊച്ചി താലൂക്കിലെ 40ഓളം ലൈബ്രറികളാണ് അഫിലിയേറ്റ് ചെയ്തുള്ളത്. അപ്പോൾ ഈ 40ഓളം ലൈബ്രറികളിലും പ്രതിമാസ പരിപാടികൾ വളരെ ജാഗ്രതയോടെ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൗൺസിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 കൗൺസിലർമാരെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും സംസ്ഥാന തലത്തിൽ 2 കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയമപരമായി ആരംഭിച്ചു. എന്തായാലും കൂടുതൽ മേഖലകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും വായനയോടൊപ്പം തന്നെ ഇതര സാമൂഹ്യ ബോധപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ന് ലൈബ്രറികൾ അനുഭവിക്കുന്ന ചില വ്യഥകൾ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ലൈബ്രറിയെ ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കാൻ കഴിയും. അതിനുള്ള ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ വളരെ മാതൃകാപരമായി തന്നെയാണ് ഈ വൈപ്പിൻ ഏരിയ തലത്തിൽ കൃഷി പ്രോത്സാഹിപ്പിച്ചു പോരുന്നത്. എല്ലാ വില്ലേജ് തലങ്ങളിലും അതാത് കാലഘട്ടത്തിൽ ഓണം, വിഷു പോലുള്ള സന്ദർഭങ്ങളിലെല്ലാം മുൻകൂട്ടി കൃഷി ചെയ്യുകയും ഒരു മാതൃകാ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് വൈപ്പിൻ ഏരിയ. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ വായനശാലയുടെ കൃഷിയിടം പരിപാടിയിൽ അതേ അർത്ഥത്തോടു കൂടി തന്നെ നമ്മൾ ഈ പരിപാടി ഏറ്റെടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ട് ഈ ഒരു സന്ദേശവും വിഷരഹിത പച്ചക്കറിയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും. കൂടിയിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. 2 വിളവെടുക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് വായനയിലൂടെ നമ്മൾ വിളവെടുക്കാൻ കഴിയും, മറ്റൊന്ന് കൃഷിയിലൂടെ ശുദ്ധമായ പച്ചക്കറിയും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് 2ഉം വിളവിൻ്റെ ലക്ഷ്യങ്ങളായതുകൊണ്ട് തന്നെ അത് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമായി കണക്കാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന 2 പേരും ശിവദാസ് മാഷ്, അതോടൊപ്പം അനിയൻ ചേട്ടൻ ജിഗോഷ്, നല്ല ഒരുപാട് നാളുകളായി ഈ വായനശാല ഈ രീതിയിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തി. അഫിലിയേഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു, കൂടാതെ ഗ്രഡേഷൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇനി വരുന്ന ഗ്രഡേഷൻ വരുമ്പോഴേക്ക് ഏതാണ്ട് ഒരു A ക്ലാസ് മാതൃകയിലുള്ള വൈപ്പിക്കരയിൽ തന്നെ തലയെടുപ്പുള്ള ഒരു വായനശാലയായി മാറട്ടെ എന്ന് പ്രത്യാശയുണ്ട്. 2ഉം നല്ല വിളയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പാചകത്തിന് ഏറ്റവും ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് പച്ചക്കറി. അത് പ്രോത്സാഹിപ്പിക്കുക എന്ന് സാധാരണ പുരുഷന്മാരെ ആവശ്യത്തോട്ട് വരവ് കുറവാണ്, എങ്കിലും ഉണ്ട്. കള പറിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് എത്തിയാലും ഇതുപോലെ പ്രോത്സാഹനം നൽകുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അത് വളരെ അഭിമാനകരമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, അറിവ്, വായന, അത് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും, ഇന്ന് പത്രം പോലും വായിക്കാത്ത സ്ത്രീകളുടെ കാലം ആയിരുന്നു ഇത്ര നാളും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് പുരോഗമിച്ചു. എല്ലാവരും പുസ്തകങ്ങളും വായിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള അറിവ് യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കുന്നു. ഇനി അതിനൊരു പ്രചോദനമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും 2 സെൻറ്റ് സ്ഥലമുള്ളെങ്കിൽ പോലും അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ പച്ചക്കറി കൃഷി നട്ട് പേരും പെരുമയും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിനെല്ലാവർക്കും ഒരു മുൻകരുതലായിട്ട്, ഒരു പ്രചോദനമായിട്ട് ഇതുപോലെ ഒരു വായനശാലയുടെ കീഴിൽ ഒരു പച്ചക്കറി നടുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ അത്ഭുതം എന്ന് തന്നെ അതിന് പറയണം. കാരണം അതിന് പ്രോത്സാഹിപ്പിക്കാനുള്ള ഇവിടുത്തെ അതിൻ്റെ ഭാരവാഹികളെ ഞാൻ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു.
അതിനോട് ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നൽകിക്കൊണ്ട് ഓക്കെ അലിസെന്തായി പറഞ്ഞു. കുഴപ്പമില്ല. എന്താണ്